ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളെ ചക്ക ഏകദേശം സെറ്റായി വരുന്നത്, അടുത്ത ആഴ്ച അടത്തുമ്പം കാണിക്കാമെന്ന്. അപ്പോൾ സാധനം ഏകദേശം എല്ലാം സെറ്റായി. അപ്പോൾ അടത്താൻ പോവാം. അപ്പോൾ അടത്തിയിട്ട് കഴിഞ്ഞ വർഷം പിടിച്ചായിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ പിടിക്കുന്നത്. അപ്പോൾ അടത്തിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് വിളഞ്ഞോ എന്താ അവസ്ഥയെന്ന് നോക്കാം. നമുക്ക് പഴുപ്പിക്കുകയോ അല്ലെങ്കിൽ കറി വയ്ക്കുകയൊക്കെ ചെയ്യാം. ചക്കച്ചുളയൊക്കെ കുറവായിരിക്കുമെന്ന് തോന്നുന്നു. എന്തുമായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ്. അപ്പോഴേ നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നോ ചക്ക വിളയുമ്പോൾ അടുത്തുനിന്ന് കാണിക്കാമെന്ന്. കണ്ട ഇതിപ്പോൾ വിളഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ട് ഇത് കണ്ടോ, അടുത്തോട്ട് വന്നേ. കണ്ട് ഇതിപ്പോൾ 2-3 ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ അടത്തി. ഇത് കൈ കൊണ്ട് ഇങ്ങനെ അടത്താൻ പറ്റുന്ന ഇതായിരുന്നു. വേറെ ഉള്ളതൊക്കെ കുറച്ച് മേളിലായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം അടുത്തോട്ട് വാ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടത്താം. യെസ്, അതാണ്ട് നമ്മുടെ ചക്ക. ഇനി നമുക്കിത് കട്ട് ചെയ്തുമ്പോൾ കാണിക്കാം. വിളഞ്ഞ് കാണുമല്ലോ അല്ലേ? വിളഞ്ഞെന്ന് തോന്നുന്നു. കണ്ട് ഇപ്പം രണ്ടാമത്തെ വർഷം ഇത് പിടിക്കുന്നത്. കഴിഞ്ഞ വർഷം പിടിച്ചായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ബാക്കിയുള്ള രാവിലെ ചക്കകളൊക്കെ കണ്ട ഇതുമൊക്കെ ഏകദേശം സെറ്റായി. മുള്ളൊക്കെ പരന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മളെ തോട്ടത്തിൽ നിന്ന് പിച്ചിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണെന്ന്. അതാണ്ട് നമ്മൾ നടത്തിയ ചക്ക താണ്ട് ഈ 3 ചക്കയും, പിന്നെ നമ്മളെ താണ്ട കൂമ്പുണ്ട്, വാഴക്കൂമ്പ്, 2 കമ്പിളി നാരങ്ങ നമ്മൾ ഈ ആ മരത്തേന്ന് പിച്ചിയതാ. പിന്നെ നമ്മുടെ കൊലയും. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് കിട്ടിയത്. കമ്പിളി നാരങ്ങ മുറിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നാകം. ഒരു ചെറിയ റെഡ് കളറല്ല, ചിലതൊക്കെ റെഡും ചിലതൊക്കെ ഒരു വൈറ്റ് പോലത്തെ കളറൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അതൊക്കെ കട്ട് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ ഇതുകൊണ്ട് വലിയ വെട്ടം കാണുന്നുണ്ടോ, നമ്മുടെ ഹട്ടിൻ്റെ വെട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹട്ടിലോട്ട് പോയി കുറച്ച് കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇവിടൊക്കെ ക്ലിയർ ചെയ്തെങ്കിലും വീണ്ടും നല്ല പുല്ലായി തുടങ്ങി കേട്ടോ. നമ്മുടെ നെല്ലിക്കയൊക്കെ തീർന്ന്, നെല്ലിക്കയൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. കുറേയൊക്കെ പിച്ചി, കുറേയൊക്കെ നിന്ന് പഴുത്ത് കിളികളൊക്കെ തിന്നു. ആണ്ട പഴുത്ത് നിൽക്കുന്നു. ലാസ്റ്റ് താണ്ടത് തറയിൽ കിടക്കുന്നു, നല്ല പഴുത്തിരിക്കുന്നാണ്ട്. യെസ്, കഴിച്ചു നോക്കാമേ. ഓ, ഭയങ്കര പുളിയാ. ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്ക് ഹട്ടിലോട്ട് പോവാം, കുറച്ച് വിശ്രമിക്കാം. ഇതാണ് നമ്മുടെ ഹട്ട്, കണ്ടോ. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയായത്. കഴിഞ്ഞ കൊല്ലം പിടിച്ചായിരുന്നു കേട്ടോ. ഈ കൊല്ലം പിടിക്കുമ്പം കാണിച്ചു തരാം. ഹട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലൊരു സംഭവം കാണിക്കാമെന്ന്. വേറെ ഒന്നുമല്ല, ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മേടിച്ചതാണ് കേട്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇത് ബീഫ് ഫ്രൈയും പിന്നെ വേറെ നമ്മുടെ സ്പെഷ്യൽ സാധനം വേറെയാണ് കേട്ടോ.
അപ്പം നമ്മൾ ഹട്ടിൽ വന്നിരുന്ന കഴിക്കുന്നത്. അപ്പം ദാണ്ട മുളക് ചമ്മന്തി. ഇപ്പം ചിലപ്പോൾ മനസ്സിലാക്കണം എന്തായിരിക്കും. ദാണ്ട വേറെ ഒന്നുമല്ല, ദാണ്ട ചേമ്പും ചീനിയും കൂടെ പുഴുങ്ങിയതാണ്. അപ്പം ഈ ഒരു ആംബിയൻസൊക്കെ കണ്ടിട്ട് ഈ ചേമ്പും കപ്പയും ഈ ബീഫും ഒക്കെ തിന്നാൻ നല്ല രസമല്ലേ? അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ഈ ആംബിയൻസും ഒക്കെ കണ്ടിട്ട് കപ്പയും പുഴുക്കുമൊക്കെ തിന്നാൻ നമ്മുടെ മുളക് ചമ്മന്തി തന്നെയാണ് ബെസ്റ്റ്. ബീഫ് ചുമ്മാ വെറുതെ മേടിച്ചതാണ്. ബീഫ് നല്ല ബീഫാണ് കേട്ടോ, അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ ഞാനും എൻ്റെ പ്ലേറ്റിലേക്ക് കണ്ട കപ്പയും കാച്ചിലല്ല നമ്മുടെ ചേമ്പും എല്ലാം കൂടെ പറക്കി വെക്കുന്നു. കാച്ചിലൊക്കെ പുഴുങ്ങണമെന്നുണ്ടായിരുന്നു, അതൊന്നും പറ്റിയില്ല. അടുത്ത ഒരു വീഡിയോയിൽ ഇതൊക്കെ പുഴുങ്ങുന്നതായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കിന് കാണിച്ചു തരാം. എല്ലാം പുഴുങ്ങുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറക്കി വെച്ചു. കഴിക്കട്ടെ. കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് പിച്ചിയ കമ്പിളി നാസ് ഉണ്ടല്ലോ, കമ്പിളി മൂസ് എന്നൊക്കെ ഇല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? ഓക്കെ, അപ്പോൾ ആ സാധനം പൊളിച്ച് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഞാൻ കപ്പയും മറ്റേ സാധനങ്ങളുമൊക്കെ എടുത്തു, ബീഫൊക്കെ എടുത്തു, എല്ലാം വെച്ചു. നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, നിങ്ങളുടെ വായിൽ വെള്ളം വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരട്ടെ. ഇത് കുറച്ച് കളറേ ഉള്ളു. ഈ കളറേ ആവത്തുള്ളൂ ഇത്. ഇങ്ങനാണ് ഇത് പണ്ട് പൊളിക്കുന്നത്. ഇവിടെ കയറിപ്പോയി. അത് നമ്മൾ മൊത്തം എടുക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ ഇച്ചിരി എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നും ഓരോന്നിടും. ഇങ്ങനെയാണ് പൊളിക്കുന്നത്. കണ്ട പൊളിച്ച് പണ്ടിതേ സ്കൂളിലൊക്കെ അവിടെ സ്കൂളിൻ്റെ സൈഡിൽ ഇത് വിൽക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഇതിൻ്റെ ഒരു ഏതളിന് അന്ന് എനിക്കൊന്ന് 50 പൈസയോ 25 പൈസയൊക്കെയാണ്. വേണ്ട മധുരം ഉണ്ടോ നോക്കാം. ചെറിയ പുളിയുണ്ട്. എന്നാലും മധുരമുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് കളറ് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ കളറ് കുറവായിരിക്കും ഇതിന്. കണ്ടോ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള വിഷയമൊന്നും എടുത്തില്ല. രാവിലെ എന്ന് പറയുന്നത് ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ നമുക്ക് ചക്ക വെട്ടി പൊളിക്കണം, അത് കറി വെക്കണം. കറി വെക്കുന്നതൊക്കെ നോക്കട്ടെ, കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, അല്ലെ കഴിക്കുന്നത് കാണിക്കാം. മറ്റൊന്ന് കണ്ട ഫോണിൽ നക്കാൻ വരുന്നു. അടങ്ങിക്കടാ. ലുട്ടു അപ്പം നമ്മൾ ചക്ക മുറിക്കാൻ പോവാട്ടോ. ഇന്നലെ അടത്തിയേ. എന്തായാലും കേട്ടോ, കറക്റ്റ് കറിപ്പരുവാണ്. അപ്പോൾ നമ്മുടെ ചക്ക താണ്ടേ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. ഒരു ചുള ഇളക്കി നോക്കട്ടെ. ആണ്ടേ തിന്ന് നോക്കട്ടെ. വിളഞ്ഞു. ഇനി 2-3 പീസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. നമ്മളിങ്ങനെയാണ് ചക്ക വെട്ടുന്നത്. പലരും പല രീതിയിലാണ് ചക്ക വെട്ടുന്നത്. ചിലർ ഈ മുള്ളൊക്കെ മൊത്തം ചെത്തി കളഞ്ഞിട്ട് വെട്ടുന്നവരുണ്ട്.
അത് പശുവിനൊക്കെ കൊടുക്കാനുള്ളവരാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ആ പൂഞ്ഞ് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇളക്കിയിടാം. നമ്മൾ ചക്ക വെട്ടുന്നത് നോക്കിയതാണ്ട് ഒരാൾ നിൽപ്പുണ്ട്. വേണ്ട കൂട്ടി കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. പക്ഷെ ഇത്രയും ചുളയുണ്ടോ എന്ന് പ്രതീക്ഷിച്ചില്ല. അവൻ കുരയ്ക്കുന്നുണ്ട്. അവന് കുര തുടങ്ങിയില്ല. പൂച്ചയെ കാണുമ്പോൾ ഉണ്ട്, പൂച്ച ഉണ്ട്. അപ്പോൾ ചക്കയൊക്കെ എല്ലാം വെട്ടി റെഡിയാക്കി, അതെല്ലാം പൊളിച്ച് റെഡിയാക്കി വൃത്തിയാക്കി. ഇനി ഇത് അരിഞ്ഞാൽ മതി. അപ്പോൾ ഇത് അരിഞ്ഞ് അടപ്പേ കയറ്റിയിട്ട് ബാക്കി നമുക്കിനി ഉച്ചയ്ക്ക് കാണാം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത്, വേവിച്ച് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ കൂട്ടാൻ വെച്ചേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. അപ്പോൾ ചക്കയൊക്കെ റെഡിയായി. ചക്കയും ചമ്മന്തിയും പിന്നെ മീൻകറിയും സാമ്പാറും ഒക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചു. അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേക്കായി കൊള്ളാം. നല്ല ടേസ്റ്റുണ്ട്, കുഴപ്പമില്ലായിരുന്നു. ചക്കയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ഇതായിരുന്നു നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഊണ് ഇന്നത്തെ. അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് വൈകുന്നേരം അമ്പലത്തിൽ പോകണം, കൊല്ലത്ത്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വിഷ്വൽ എടുക്കാൻ പറ്റുമെങ്കിൽ അത് കാണിക്കാം. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒന്ന് വിശ്രമിച്ചതിന് ശേഷം നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലത്ത് നമ്മുടെ കൊട്ടാരക്കുളം മഹാഗണപതി ക്ഷേത്രം, നമ്മുടെ കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അടുത്താണ് കേട്ടോ. അത് എല്ലാ മാസവും നമ്മൾ ഈ അമ്പലത്തിൽ വരും. ഇവിടെയും വരും നമ്മുടെ അമ്മച്ചിയുടെ അമ്പലത്തിനും. അമ്മച്ചിയുടെ അമ്പലം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ശിവക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെയെല്ലാം നമ്മളെല്ലാ മാസവും വരാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു സൺഡേ, ഇതൊക്കെയായിരുന്നു നമ്മുടെ സൺഡേ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലത്തുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ ചാനലല്ലേ, സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.